Hello everyone, welcome to Botany Bunny. കേരള ഡയറി ഡെവലപ്മെന്റ് നടത്തുന്ന കേരള PSC എക്സാം ആയ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനായിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ബോട്ടണി ബണ്ണി നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ തന്നെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതല്ലെങ്കിൽ ടെലിഗ്രാമിൽ ബോട്ടണി ബണ്ണി എന്ന് സെർച്ച് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. റീസെൻ്റ് ആയിട്ടുള്ള PSC എക്സാം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് മറക്കാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൂടാതെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനായിട്ട് ഡിഫറെൻറ്റ് പ്ലേലിസ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറി സയൻസിനും ബയോളജിക്കും അങ്ങനെ ഓരോന്നിനും നമ്മളവിടെ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിനായിട്ട് ഒരു മാസം മാത്രമാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. അപ്പോൾ ഒരുപാട് പേര് റാങ്ക് ഫയൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റാങ്ക് ഫയലായിട്ടൊരു പ്രിൻറ്റഡ് വേർഷൻ നിങ്ങളുടെ കയ്യിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബുക്കിൻ്റെ MRP വരുന്നത് 750 റുപ്പീസാണ്. ബോട്ടണി ബണ്ണി എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 650 റുപ്പീസിന് അവൈലബിൾ ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 7907236563 എന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലവറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഫ്ലവർ എന്ന് പറയുന്നത്. മെയിലും അതുപോലെ ഫീമെയിൽ ഗാമീറ്റ്സും അവിടെ കാണാനായിട്ട് സാധിക്കും. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ വിളിക്കുന്നത് ആൻഡ്രീഷ്യം എന്നാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ ഗൈനീഷ്യം എന്നാണ് വിളിക്കുന്നത്. ഈ രണ്ട് ഭാഗവും സിംഗിൾ ഫ്ലവറിനകത്ത് കാണാം. ചില സമയങ്ങളിൽ ഡിഫറെൻറ്റ് ഫ്ലവറിൽ മെയിൽ ഫ്ലവർ, ഫീമെയിൽ ഫ്ലവർ എന്നിങ്ങനെയും കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഫ്ലവറിൻ്റെ ഭാഗങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഇതാണ് ആന്തർ, അതിന് താഴെയുള്ള ആ ഒരു പോർഷനാണ് ഫിലമെന്റ് എന്ന് പറയുന്നത്. രണ്ടും ചേർന്നാണ് സ്റ്റേമൻ എന്ന് പറയുന്ന മെയിൽ പോർഷൻ ഉള്ളത്. പെറ്റൽസ് കാണാം, സെപ്പൽസ് കാണാം, അതുപോലെ സ്റ്റിഗ്മ കാണാം, സ്റ്റൈല്, ഓവറി. സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ ഗൈനീഷ്യം അഥവാ പിസ്റ്റിൽ എന്ന ആ ഒരു സ്ട്രക്ചർ ഫോർമേഷൻ നടക്കുന്നത്. ഈ ഒരു പാർട്ടുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൽ ഓർഗനിൽ നോക്കുകയാണെങ്കിൽ ഫിലമെന്റ്, ആന്തർ, പൊള്ളൻ ഗ്രെയിൻസ് ഒക്കെ തന്നെയും ഇൻക്ലൂഡഡ് ആണ്. മെയിൽ ഗാമറ്റോഫൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. ഇനി ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഓവറി നമ്മുടെ ഫ്ലവറിനകത്ത് ഉണ്ടാവുമ്പോൾ അവിടെയാണ് ഓവം അഥവാ എഗ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഓവറി എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിന് അകത്തായിട്ട്. ഇനി ഓവം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് മെഗാസ്പോറോജെനിസിസ് എന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ആൻഡ്രീഷ്യമാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് നമ്മുടെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഫങ്ഷൻ ഓഫ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് തന്നെ പൊള്ളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ്രീഷ്യത്തിൻ്റെ ഓരോ യൂണിറ്റിനെയും വിളിക്കുന്നതാണ് സ്റ്റേമൻ എന്നുള്ളത്. സ്റ്റേമനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് രണ്ട് ബേസിക് സ്ട്രക്ചേഴ്സ് ആണ്, രണ്ട് ഭാഗങ്ങളാണ്, ഫിലമെന്റും അതുപോലെ തന്നെ ആന്തറും. ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫിലമെന്റ് ഒരു സ്റ്റാൾക്ക് പോലെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സ്റ്റാൾക്ക് പോലെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആന്തറിന് സപ്പോർട്ട് കൊടുക്കുന്നത് ഈ ഫിലമെന്റ് ആണ്. ആന്തർ ഓവൽ ഷേപ്ഡ് ആയിട്ട് ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിനകത്താണ് പൊള്ളൻ ഗ്രെയിൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ രണ്ട് ചേംബറുകളാണ് കാണാൻ സാധിക്കുന്നത്. മൈക്രോസ്പോറാഞ്ചിയ പോസസ് ചെയ്യുന്ന ചേംബറുകൾ കാണാനായിട്ട് സാധിക്കും. അതിൽ 4 മൈക്രോസ്പോറാഞ്ചിയ 4 കോർണറിലായിട്ട് കാണാനും സാധിക്കും. ഈ രീതിയിലാണ് സ്റ്റേമൻ്റെ അപ്പിയറൻസ് മൊത്തത്തിൽ വരുന്നത്. അതിലെ ആന്ത്രിൻ്റെ അപ്പിയറൻസ് നോക്കുക, പൊള്ളൻ ഗ്രെയിൻസ് നോക്കുക, 4 മൈക്രോസ്പോറാഞ്ചിയാസ് പൊള്ളൻ ഗ്രെയിൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതും കാണാനായിട്ട് സാധിക്കും. മൈക്രോസ്പോറാഞ്ചിയയ്ക്കകത്ത് മൈക്രോസ്പോറുകളുടെ പ്രൊഡക്ഷൻ നടക്കുന്നതാണ്, അല്ലെങ്കിൽ പൊള്ളൻ ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതാണ് ഇവിടെ മൈക്രോസ്പോറോജെനിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇങ്ങനെ മൈക്രോസ്പോർസ് ഉണ്ടാകുന്നത് മിയോട്ടിക് ആയിട്ടുള്ള റിഡക്ഷൻ ഡിവിഷൻ വഴിയായിട്ടാണ്. മൈക്രോസ്പോർസ് മൈക്രോസ്പോർ മദർ സെൽസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ജനറലി നമുക്ക് ഈ മൈക്രോസ്പോറുകളെ ടെട്രാഡ് എന്നുള്ള രീതിയിൽ 4 എന്നുള്ള രീതിയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മൈക്രോസ്പോർസ് ആണ് മെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റിന് തന്നെ റെസ്പോൺസിബിൾ ആകുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൽ ഗാമേറ്റിന്റെ ഇന്നർ ലെയറിലായിട്ട് സെല്ലുലോസും പെക്ടോസും വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഔട്ടർ ലെയറിലാണെങ്കിലോ സ്പോറോ പൊളനിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ നോക്കുകയാണെങ്കിൽ അത് ഗൈനീഷ്യം ആണ്. അപ്പോൾ അവിടെയാണ് ഓവ്യൂൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് എഗ്ഗ് ഫോർമേഷനും നടക്കുന്നത്. ഗൈനീഷ്യത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ഭാഗങ്ങളാണുള്ളത്: സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. സ്റ്റിഗ്മ എന്ന് പറയുന്നത് നമുക്ക് കാർപ്പലിന്റെ ഏറ്റവും മേലത്തെ പോർഷനിൽ കാണുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഇതിനെയാണ്. അവിടെയാണ് പൊള്ളൻ ജെർമിനേറ്റ് ചെയ്യുന്നത്. സ്റ്റൈൽ എന്ന് പറയുന്നത് ട്യൂബ് പോലുള്ള ആ ഒരു ഫിലമെന്റ് ആണ്. സ്റ്റിഗ്മേനെയും ഓവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ട്യൂബ് വഴിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ പൊള്ളൻ ഗ്രെയിൻസ് ഈ സ്റ്റിഗ്മയിലൂടെ പാസ് ചെയ്ത് സ്റ്റൈലിലൂടെ കടന്ന് വേണം ഓവറിയിലോട്ട് എത്തിച്ചേരാനായിട്ട്. ഓവറി ഒരു ചെറിയ ചേംബർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അവിടെയാണ് ഓവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഗൈനീഷ്യം പല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്നിങ്ങനെ നമുക്ക് ഗൈനീഷ്യത്തിന് ഡിവിഷൻസ് ഉണ്ടെന്ന് അറിയാം. ഈ ഒരു കമ്പൈൻഡ് സ്ട്രക്ചർ സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയും ചേർന്നിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് പിസ്റ്റിൽ അഥവാ കാർപ്പൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. കാർപ്പൽസിന്റെ എണ്ണം അനുസരിച്ച് ഡിവിഷൻസ് വരുന്നുണ്ട്. മോണോ കാർപ്പിലറി എന്ന് പറയുമ്പോൾ ഒരൊറ്റ കാർപ്പലാണ് കാണാൻ സാധിക്കുന്നത്. ബൈ കാർപ്പിലറി എന്ന് പറയുമ്പോൾ 2 കാർപ്പൽസ് ആണ് കാണാൻ സാധിക്കുന്നത്. ട്രൈ കാർപ്പിലറി എന്ന് പറയുമ്പോൾ 3 കാർപ്പൽസും മൾട്ടി കാർപ്പിലറി എന്ന് പറയുമ്പോൾ മിനി കാർപ്പൽസും കാണാനായിട്ട് സാധിക്കും. ഇനി ഗൈനീഷ്യത്തെ അപ്പോ കാർപ്പസ് എന്നും സിൻ കാർപ്പസ് എന്നും ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോ കാർപ്പൽസ് എന്ന് പറയുമ്പോൾ അവിടെ അപ്പോ കാർപ്പസിൽ കാർപ്പൽ എല്ലാം ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. ഇൻഡിവിജ്വൽ ആയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ കാർപ്പസ് നമുക്ക് മൈക്കിലിയയിലൊക്കെ കാണാനായിട്ട് സാധിക്കാറുണ്ട്. സിൻ കാർപ്പസ് എന്ന് പറയുമ്പോൾ സിൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഫ്യൂസ്ഡ് എന്നാണ്. കാർപ്പൽസ് പരസ്പരം ഫ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പാപ്പാവറിലൊക്കെ നമ്മൾ കാണുന്നത് സിൻ കാർപ്പസ് ആയിട്ടുള്ള ആ ഒരു ഗൈനീഷ്യം സ്ട്രക്ചർ ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഗാസ്പോറോജെനിസിസിനെ കുറിച്ചാണ്. മെഗാസ്പോറുകളുടെ ഫോർമേഷൻ ആണ് മെഗാസ്പോറോജെനിസിസ്. ആ ഒരു മെഗാസ്പോറോജെനിസിസ് നടക്കുന്നതായിക്കോട്ടെ മെഗാസ്പൊറാഞ്ചിയത്തിലും ആയിരിക്കും. മെഗാസ്പോർസ് ഒവ്യൂൾസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നതും മിയോസിസ് എന്ന് പറയുന്ന റിഡക്ഷൻ ഡിവിഷൻ തന്നെയാണ്. ഈ ടൈപ്പിൽ മെഗാസ്പോർസ് ഉണ്ടാവുമ്പോൾ അത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു മെഗാസ്പോർ കൺവേർട്ട് ചെയ്തിട്ടാണ് ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. ബാക്കിയുള്ളതെല്ലാം എന്തായി പോവും? ഡീജനറേറ്റ് ചെയ്ത് പോവും. ഒറ്റ ഒന്ന് മാത്രമേ അവശേഷിക്കുകയുള്ളൂ. മെഗാസ്പോർസ് 4 ഉണ്ടെങ്കിലും അതിൽ 1 മാത്രമാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ബേസൽ ആയിട്ടുള്ള മെഗാസ്പോർസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പ് ചെയ്തതിനു ശേഷം അത് എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്നുണ്ട്. മെയിൽ ഫീമെയിൽ ഗാമേറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് മൈക്രോസ്പോറോജെനിസിസും മെഗാസ്പോറോജെനിസിസും വഴിയായിട്ടാണ്. ഇവരാണ് സെക്ഷൽ റീപ്രൊഡക്ഷന് ഫ്ലവറിൽ ബേസിക് യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഡയറി ഫാം ഇൻസ്ട്രക്ടറിനായിട്ട് ഫ്രീ ക്യൂസ് സെക്ഷൻസ് നമ്മൾ ഗ്രൂപ്പിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലും അതുപോലെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടിൻ്റെയും ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ക്യൂസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് എല്ലാ വെനസ്ഡേയും 7 PM അപ്പോൾ ആ ഒരു ടൈമും ഡേറ്റും ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. പോളിനേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പോളിനേഷൻ അഥവാ പരാഗണം. പോളിനേഷൻ ഒരു എക്സ്റ്റേണൽ പ്രോസസ്സാണ്, പുറത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ പൊള്ളൻ ഗ്രെയിൻസ് മറ്റൊരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ അതേ പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയിലോട്ട് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. 2 രീതിയിൽ പോളിനേഷൻ നടക്കാം: സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ പൊള്ളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലോട്ട് വന്ന് പതിക്കുന്നതാണ് നടക്കുന്നത്. ഇവിടെ ജനറ്റിക്കലി സിമിലർ ആയ ഒരു ഫ്ലവർ ആവാം, അല്ലെങ്കിൽ അതേ ഫ്ലവറിൽ തന്നെ ആവാം. 2 രീതിയിൽ മെയിനായിട്ട് ഇത് നടക്കാം: ഹോമോഗമി, ഓട്ടോഗമി എന്നിങ്ങനെ.
അപ്പോൾ ഹോമോഗമിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ പോളൻ ആ ഒരു ഫ്ലവറിനെ തന്നെ പോളിനേറ്റ് ചെയ്യുന്നതാണ് നടക്കുന്നത്. ഹോമോഗമിയിൽ നോക്കുകയാണെങ്കിൽ ഫ്ലവേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആന്തർ ആയിരിക്കും. അതായത് അവരുടെ ആന്തേഴ്സ് നല്ല രീതിയിൽ വിസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റിഗ്മയും ആ ഒരു രീതിയിൽ സിമ്പിളായിട്ട് ഈ രീതിയിൽ സെൽഫ് പോളിനേഷൻ നടക്കാവുന്നതാണ്. അതിനൊരു എക്സാമ്പിളാണ് മിരാബിലസ് എന്ന് പറയുന്ന പ്ലാന്റ്. മിരാബിലസ് എന്ന് പറയുന്നത് 4 മണിപ്പൂനെയാണ്. ക്ലീസ്റ്റോഗമിയാണ് അടുത്തത്. ക്ലീസ്റ്റോഗ്യാമസ് ആയ ഫ്ലവേഴ്സ് ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആന്തർ ആയിക്കോട്ടെ സ്റ്റിഗ്മ ആയിക്കോട്ടെ പുറത്തോട്ട് എക്സ്പോസ്ഡ് അല്ല. ആ കാരണം കൊണ്ട് തന്നെ അവർക്ക് സെൽഫായിട്ടുള്ള ഫെർട്ടിലൈസേഷൻ നടക്കാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. പുറത്തോട്ട് ഒരു വിസിബിലിറ്റിയും കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവിടെ തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ബാൽസത്തിലും ഓക്സാലിസിലും ഈ ഒരു രീതിയിലുള്ള ക്ലീസ്റ്റോഗമി ഒബ്സർവ്ഡ് ആണ്. അടുത്തതാണ് ഗൈറ്റ്നോഗമി. ഈ ഒരു പോളിനേഷനിൽ നോക്കുകയാണെങ്കിൽ പൊള്ളൻ ഗ്രെയിൻസ് ഒരു ഫ്ലവറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലോട്ടാണ്. പക്ഷേ ഇവിടെ ഒരേ പ്ലാന്റ് ആവാം, അല്ലെങ്കിൽ അവർ ജനറ്റിക്കലി സിമിലർ ആയി എന്ന് വരാം. ഈ രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. ക്രോസ് പോളിനേഷൻ ആണ് അടുത്തത്. ക്രോസ് പോളിനേഷനെ നമുക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഇവിടെ പോളിനേഷൻ എന്ന് പറയുമ്പോൾ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്നും മറ്റ് ഒരു സ്റ്റിഗ്മയിലേക്കാണ്. ഇവിടെ പ്ലാന്റ് സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ആ ഒരു ഫീമെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത് ജനറ്റിക്കലി വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും. മെയിൻലി ഇങ്ങനെ ഒരു പോളിനേഷൻ, അതായത് ക്രോസ് പോളിനേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ പോളിനേറ്റിംഗ് ഏജൻറ്റ് വിൻഡ് ആവാം, വാട്ടർ ആവാം, ഇൻസെക്റ്റ് ആവാം, ബേർഡ് ആവാം, ബാറ്റ് ആവാം. വിൻഡ് ആണ് പോളിനേഷനിൽ ഏർപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണുന്നത് പോലെ വിൻഡ് പോളിനേഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. അവിടെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് അവർക്ക് വിൻഡിലൂടെ പോളിനേഷൻ നടത്താനായിട്ട് സാധിക്കുന്നത്. അനിമോഫില്ലി എന്നാണ് വിൻഡ് പോളിനേഷനെ വിളിക്കുന്നത്. വാട്ടറിനുള്ളിലൂടെയും പോളിനേഷൻ നടക്കാറുണ്ട്. ഹൈഡ്രോഫില്ലി എന്നാണ് വിളിക്കുന്നത്. പേര് ഹൈഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വാലിസ്നേറിയ പോലുള്ള അക്വാട്ടിക് പ്ലാന്റ്സിൽ വാട്ടർ പോളിനേഷൻ ആണ് പോസിബിൾ ആവുന്നത്. ഇനി ഇൻസെക്ട് പോളിനേഷൻ ആണ്. എൻഡമോഫില്ലി എന്നാണ് ഇൻസെക്ട് പോളിനേഷനിൽ വരുന്നത്. ബട്ടർഫ്ലൈസും ബീസും ഒക്കെ ഇൻസെക്ട് പോളിനേഷൻ ആണ് ചെയ്യുന്നത്. അടുത്തത് ബേർഡ് പോളിനേഷൻ ആണ്. ബേർഡ് പോളിനേഷനെ ഓർണിത്തോഫില്ലി എന്നാണ് വിളിക്കുന്നത്. ഈ രീതിയിൽ നെക്ടർ കളക്ട് ചെയ്യാൻ വരുന്ന ബേർഡ് പൊള്ളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ബാറ്റ് പോളിനേഷൻ ആണ്. ബാറ്റ് പോളിനേഷനെ ചിറോപ്റ്റെറോഫില്ലി എന്നാണ് വിളിക്കുന്നത്. അടുത്തത് ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ പോളിനേഷന് ശേഷമാണ് നടക്കുന്നത്. ഇവിടെ പൊള്ളൻ ഗ്രെയിൻസ് ഓവറിയിലോട്ട് റീച്ച് ആവുന്നുണ്ട്. മെയിൽ ഗാമേറ്റ്സ് ഫീമെയിൽ ഗാമേറ്റുമായിട്ട് ഫ്യൂഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓവ്യൂളും ആയിട്ട് ഫ്യൂഷൻ നടന്നതിന് ശേഷം സൈഗോട്ടായിട്ട് മാറുന്നത്. ഓവറി ആ സമയത്ത് ഫ്രൂട്ടായി മാറുകയും ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ട ഒവ്യൂളുകൾ സീഡായി മാറുകയും ചെയ്യുന്നത്. ആൻജിയോസ്പേമിൽ, അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ 2 രീതിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കാറുണ്ട്. ഇങ്ങനെ 2 രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാന്റിനകത്ത് ക്രോസ് പോളിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. ജനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സ് തമ്മിലാണ് ക്രോസ് പോളിനേഷൻ നടക്കുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഡിസിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സ് തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടന്ന് പുതിയൊരു ഓഫ്സ്പ്രിംഗ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവിടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയ്റ്റ്സും കമ്പൈൻ ചെയ്യുകയും അവിടെ നിന്ന് ഓഫ്സ്പ്രിംഗ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഔട്ട് ബ്രീഡിങ്ങിനായിട്ട് പ്ലാന്റ്സിനകത്തുള്ള ഡിവൈസസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് ഡൈഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതായത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ സെപ്പറേറ്റഡ് ആയിരിക്കും. ഫ്ലവർ ഉള്ളതും ഫീമെയിൽ ഫ്ലവർ ഉള്ളതും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിലും മരത്തിലും അങ്ങനെ ആയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാവുമ്പോൾ സെൽഫ് ഫെർട്ടിലൈസേഷൻ ഇവിടെ ഒരിക്കലും നടക്കുകയില്ല. ഇനി അടുത്തത് ഡൈക്കോഗമിയാണ്. ഡിഫറൻഷ്യൽ ആയിട്ടുള്ള മെച്ചുറേഷൻ ആണ് ആന്തറിനും സ്റ്റിഗ്മയ്ക്കും ഇവിടെ ഉണ്ടാവുക. ആന്തർ മെച്ചുവർ ചെയ്യിക്കുന്ന ടൈമിലാവില്ല സ്റ്റിഗ്മയുടെ മെച്ചുറേഷൻ. അപ്പോൾ അങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ അത് സിങ്കായി പോവാത്തത് കൊണ്ട് ഇവിടെയും സെൽഫ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അടുത്തത് യൂണിസെക്ഷുവാലിറ്റി ആണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ മെയിലോ അല്ലെങ്കിൽ ഫീമെയിലോ മാത്രമായിട്ട് ഉള്ള അവസ്ഥയാണ് ഇവിടെ. ഒരു പ്ലാന്റിൽ ഒറ്റ ഫ്ലവർ, മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അല്ലാതെ ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള രീതിയിൽ ആയിരിക്കില്ല. അതിനാണ് ഹെർമോഫ്രോഡൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അടുത്തത് ഹെട്രോസ്റ്റൈലി ആൻഡ് ഹെട്രോആൻതി ആണ്. ഇവിടെ പ്രിമ്യൂള പോലുള്ള അല്ലെങ്കിൽ പ്രിംറോസ് പോലുള്ള പ്ലാന്റ്സിനകത്ത് നോക്കുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 ടൈപ്പ് ഫ്ലവേഴ്സ് അവർ തന്നെ കാണാൻ സാധിക്കും. അവിടെ സ്റ്റിഗ്മയും ആന്തറും ഒക്കെ ഡിഫറെൻറ്റ് ലെവലിലായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ സ്റ്റിഗ്മ ഡിഫറെൻറ്റ് ലെവലിലാണെങ്കിൽ ഹെട്രോസ്റ്റൈലി എന്നും ആന്തേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവലിലാണെങ്കിൽ ഹെട്രോആൻതി എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അടുത്തത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ മെക്കാനിസം ആണ്. ഈ ഒരു പ്രോസസ്സിൽ ഒരു ഫീമെയിൽ ഗാമറ്റ് 2 മെയിൽ ഗാമേറ്റുമായിട്ട് ചേരുന്നുണ്ട്. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മെയിൽ ഗാമേറ്റ് പോയിട്ട് നമ്മുടെ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സൈഗോട്ടിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. പക്ഷേ മറ്റൊരു മെയിൽ ഗാമറ്റ് ഉണ്ടല്ലേ, അത് പോയിട്ട് ഫ്യൂസ് ചെയ്യുന്നത് 2 പോളാർ ന്യൂക്ലിയയുമായിട്ടാണ്. എൻഡോസ്പോമിൽ കാണാൻ സാധിക്കുന്ന 2 പോളാർ ന്യൂക്ലിയയുമായിട്ട്. അങ്ങനെ 2 രീതിയിലും ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഫെർട്ടിലൈസേഷൻ ചെയ്യപ്പെട്ട ഓവ്യൂള് സീഡായി മാറുന്നുണ്ട്. മറ്റ് ടിഷ്യൂവിൻ്റെ ഭാഗങ്ങൾ ഫ്രൂട്ടായിട്ട് മാറുന്നുണ്ട് ആസ് യൂഷ്വൽ. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്ലാരിറ്റി തരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ പോളാർ ന്യൂക്ലിയൈ ഉണ്ടായിരിക്കും, അതുപോലെ എഗ് സെൽസും ഉണ്ടായിരിക്കും. അപ്പോൾ 2 സ്ഥലത്തും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ സ്പേം സെൽസ് റിലീസ്ഡ് ആകുമ്പോൾ ഒന്ന് പോയിട്ട് ഫ്യൂസ് ചെയ്യുന്നത് പോളാർ ന്യൂക്ലിയയുമായിട്ടാണ്, മറ്റൊന്ന് നമ്മുടെ എഗ് സെല്ലുമായിട്ട് ഫ്യൂഷൻ നടക്കുന്നു. ഇങ്ങനെ 2 രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വിളിക്കുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാണ്. ഇവിടെ സൈഗോട്ട് ഉണ്ടാവുന്നുണ്ട്, പോളാർ ന്യൂക്ലിയൈ ചേർന്ന് ഇവിടെ എൻഡോസ്പോം എന്നുള്ളൊരു സ്ട്രക്ചറിലോട്ടാണ് മാറിച്ചേരുന്നത്. സ്പേമിൻ്റെ സെല്ലും അതുപോലെ പോളാർ ന്യൂക്ലിയൈ 2 സെല്ലും ചേരുന്നത് കൊണ്ട് തന്നെ 3N ആണ് നമ്പർ വരുന്നത്. അപ്പോമിക്സിസ് ആണ് അടുത്തത്. അപ്പോമിക്സിസ് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെയാണ് ഇവിടെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോമിക്സിസ് വരുന്നത് ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അപ്പോ എന്ന് വെച്ചാൽ എവേ എന്നാണ്. മിക്സഡ് എന്നുള്ള വാക്കാണ് മിക്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോമിക്സിസിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സീഡിനകത്ത് എംബ്രിയോ ഉണ്ട്. മെറ്റേണൽ പ്ലാന്റിൻ്റെ ക്ലോണ് പോലെ, പതിപ്പ് പോലെ തോന്നുന്ന രീതിയിലാണ് അപ്പോമിക്സിസിലെ ഈ ഒരു എംബ്രിയോ ഉണ്ടായിരിക്കുക. അപ്പോമിക്റ്റിക്കലായിട്ട് ഉണ്ടായിരിക്കുന്ന ആ ഒരു ഓസ്പ്രിങ് ജനറ്റിക്കലി പാരന്റ് പ്ലാന്റ്, അതായത് മദർ പ്ലാന്റിനോട് ഐഡൻറ്റിക്കൽ ആയിരിക്കും, ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. അപ്പോമിക്സിസ് അതുകൊണ്ട് തന്നെ സീഡ്സ്, ഹൈബ്രിഡ് പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതുവഴിയായിട്ട് നല്ല ക്യാരക്ടേഴ്സ്, ചില നല്ല ഹൈ ക്വാളിറ്റി ഉള്ളത്, നല്ല ബ്രീഡിംഗ് ഉള്ളത്, അതുപോലെ നല്ല ഈൽഡ് ഉള്ളത് എന്നുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോമിക്സിസ് ഒക്കെ. അപ്പോൾ അതുവഴിയായിട്ട് നമുക്ക് നല്ല ക്യാരക്ടേഴ്സിനെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ക്യാരക്ടേഴ്സ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ട് ഹൈബ്രിഡിലൂടെ സാധിക്കുന്നതാണ്. പാർത്തനോകാർപ്പി ആണ് അടുത്തത്. പാർത്തനോകാർപ്പി ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ടോ നാച്ചുറൽ ആയിട്ടോ നമുക്ക് പ്രൊഡക്ഷൻ ഇൻഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രൂട്ടിൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെയാണ് ഒവ്യൂൾസ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് സീഡ്ലെസ് ആയിരിക്കും. ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ് ഒവ്യൂള് സീഡായിട്ട് മാറുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ സീഡ് ഇല്ലാതെയാണ് ഫ്രൂട്ട് ഉണ്ടാവുക. അങ്ങനെ സീഡ് ഇല്ലാത്തത് കൊണ്ടും ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ടും വെർജിൻ ഫ്രൂട്ട് എന്നാണ് വിളിക്കുന്നത്. പാർത്തനോകാർപ്പി ആർട്ടിഫിഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്സിനോ ഗിബർലിനോ പോലുള്ള പ്ലാന്റ് ഹോർമോണുകളാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഗ്രേപ്സിലും പപ്പായയിലും ഒക്കെ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി നാച്ചുറലായിട്ട് പാർത്തനോകാർപ്പി പല പ്ലാന്റ്സിലും കണ്ടുവരാറുണ്ട്. പൈനാപ്പിൾ, ബനാന, കുക്കുംബർ, ഗ്രേപ്പ്, ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്, പാരസിമോൺ, ബ്രെഡ് ഫ്രൂട്ടിനകത്തൊക്കെ നാച്ചുറലായിട്ടും പാർത്തനോകാർപ്പി കണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഫിനോമിനൻ പണ്ട് കണ്ടുപിടിച്ചത് ജർമ്മൻ ബൊട്ടാനിസ്റ്റായ ഫ്രിറ്റ്സ് നോൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. 1902 ഈ ഒരു പാർത്തനോകാർപ്പിയെ കണ്ടുപിടിക്കുന്നത്. പോളി എംബ്രിയോണി ആണ് അടുത്തത്. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. ഇവിടെ 2 അതിൽ കൂടുതലോ എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സിംഗിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടുത്തെ എംബ്രിയോസ് ജനറ്റിക്കലി ഒരുപോലെ ഇരിക്കുന്നവരാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവർ പാരൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് പോളിയോ എംബ്രിയോണി എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് 1849 ആൻറ്റോൺ വാൻ ല്യൂവൻഹോക്ക് ആണ് ആദ്യമായിട്ട് ഈ ഒരു കണ്ടീഷൻ ഓറഞ്ചിൻ്റെ സീഡിൽ ഒബ്സർവ് ചെയ്യുന്നത്. അത് 1719 ഇങ്ങനെ
ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് ജിംനോസ്പെർമിൽ കാണാറുണ്ട്. അതിൻ്റെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. കേരള ഡയറി ഡെവലപ്മെന്റ് നടത്തുന്ന കേരള PSC എക്സാമായ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനായിട്ട് നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പ് ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ബാച്ച്, അതായത് 5ാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്. ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റയർ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള PDF മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. 1000-ലധികം ചോദ്യങ്ങൾ ക്വിസ് രൂപത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓരോ ടോപ്പിക് ബേസ് ചെയ്ത് ക്വിസുകളും ഉണ്ടായിരിക്കും. ടൈം ടു ടൈം റിവിഷൻസും അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ബോട്ടണി അതുപോലെ തന്നെ ഡയറി സയൻസിൻ്റെ എൻ്റയർ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്ററാക്റ്റീവ് ആയ സെക്ഷൻസ് ഉണ്ടായിരിക്കും. സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. സ്റ്റഡി പ്ലാനിൻ്റെ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എൻ്റയർ സിലബസിൻ്റെ കംപ്ലീഷനും ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ്റെ സെൽഫ് അനാലിസിസ് ആണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. കൂടെ നിങ്ങൾക്ക് റിവിഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ക്വിസും നിങ്ങൾക്ക് കളിച്ചു നോക്കാവുന്നതാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്റ്റഡി സപ്പോർട്ടാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറായ 9995264596 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മടിക്കാതിരിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എൻ്റയർ സിലബസിൻ്റെ സ്റ്റഡി സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് 3 സ്റ്റെപ്സാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ളത്. നിങ്ങളുടെ പേയ്മെൻറ്റ് നമ്മൾ തന്നിരിക്കുന്ന നമ്പറിലോട്ട് പേയ്മെൻറ്റ് അയച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ ഒരു സ്ക്രീൻഷോട്ട് അതേ നമ്പറിലുള്ള വാട്സപ്പിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ കോഴ്സിൻ്റെ പേരും സ്പെസിഫൈ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ടോപ്പിക് വൈസ് ആയിട്ടുള്ള MCQs ക്വിസ് ബോട്ടുകൾ മുഖേന കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 1000-ലധികം ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈച്ച് ആൻഡ് എവറി ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ യുവർ ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.